വോട്ടെടുപ്പ് പൂർത്തിയായതിന് പിന്നാലെ തിഹാർ ജയിലിലേക്ക് തിരികെ മടങ്ങാൻ ഒരുങ്ങുകയാണ് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ. ജാമ്യം നീട്ടണമെന്നാവശ്യപ്പെട്ടുള്ള കെജ്രിവാളിന്റെ ഹർജിയിൽ വിധി പറയുന്നത് ജൂൺ 5 മാറ്റിയതോടെയാണ് അദ്ദേഹം വീണ്ടും ജയിലിലേക്ക് മടങ്ങുന്നത്. പ്രസാദ് കാളിദാസ് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. പ്രസാദ്, എപ്പോഴാണ് കെജ്രിവാൾ ജയിലിലേക്ക് തിരികെ മടങ്ങുന്നത്? അദ്ദേഹത്തിന്റെ അതിന് മുന്നോടിയായുള്ള പരിപാടികൾ എന്തൊക്കെയാണ്? 7 മണിയോടുകൂടി തിഹാർ ജയിലിലേക്ക് തിരികെ എത്തണമെന്നാണ് കോടതി കെജ്രിവാളിന് നിർദ്ദേശിച്ചിരിക്കുന്നത്. ഇനിയുള്ള ജാമ്യ ഹർജി ഇനി 5 പരിഗണിക്കുക, പുതിയ ജാമ്യ ഹർജി. അതുകൊണ്ട് തന്നെ ഇന്ന് 7 മണിയോടുകൂടെ തന്നെ തിഹാർ ജയിലിലേക്ക് മടങ്ങി എത്തണമെന്നാണ് കോടതി നിർദ്ദേശം. അതുകൊണ്ട് തന്നെ 3 മണിയോടുകൂടി തൻ്റെ ഔദ്യോഗിക വസതിയിൽ നിന്നും അരവിന്ദ് കെജ്രിവാൾ തൻ്റെ ഭാര്യയ്ക്കൊപ്പം ഇറങ്ങി ശേഷം രാജ്ഘട്ടിൽ പോയി ഗാന്ധി സ്മാരകത്തിന് മുന്നിൽ പുഷ്പാർച്ചന നടത്തി. പിന്നീട് അദ്ദേഹം കോൺറാഡ് പ്ലേസിലുള്ള ഹനുമാൻ ക്ഷേത്രത്തിലും പോയി സന്ദർശനം നടത്തിയിരുന്നു. ഇതിനുശേഷം അദ്ദേഹം ആം ആദ്മി പാർട്ടി ഓഫീസിലെത്തി തൻ്റെ പ്രവർത്തകരെ അഭിസംബോധന ചെയ്തിരുന്നു. ആ ഒരു പ്രസംഗത്തിൽ കൂടുതൽ ഊർജം പകരുന്നൊരു പ്രസംഗം, പ്രവർത്തകർക്ക് കൂടുതൽ ഊർജം പകരുന്ന പ്രസംഗം തന്നെയായിരുന്നു അതിൽ അദ്ദേഹം എടുത്തു പറഞ്ഞ ചില കാര്യങ്ങൾ BJPയെയും അല്ലെങ്കിൽ ഇപ്പോൾ നിലവിലെ ഇന്ത്യൻ സർക്കാരിനെയും അത്രയും എടുത്തു പറഞ്ഞ് അവരുടെ പല കാര്യങ്ങളും എടുത്തു പറഞ്ഞ്, അതേപോലെ തന്നെ BJP ഇനി ഒരിക്കലും അധികാരത്തിൽ വരില്ല, അല്ലെങ്കിൽ NDA ഒരിക്കലും അധികാരത്തിൽ വരില്ല, മോദി ഇനി അധികാരത്തിൽ കയറില്ല എന്ന തരത്തിലും അദ്ദേഹം പ്രസംഗത്തിൽ എടുത്തു പറഞ്ഞിരുന്നു. മാത്രമല്ല, താൻ ഇനിയും ജയിലിലേക്ക് മടങ്ങിപ്പോയാൽ തൻ്റെ ഭാവി എന്താകുമെന്ന് പോലും തനിക്കറിയില്ല, ജയിലിൽ വെച്ച് തനിക്ക് എന്ത് സംഭവിക്കുമെന്നും തനിക്കറിയില്ല എന്ന തരത്തിലും അദ്ദേഹം പറഞ്ഞിരുന്നു. മാത്രമല്ല, വോട്ടെണ്ണലിൻ്റെ ദിനമായ 4-ാം തീയതി അവസാനത്തെ വോട്ട് എണ്ണിത്തീരുന്നതുവരെയും തൻ്റെ പ്രവർത്തകർ എന്തായാലും അവിടെ അവസാനത്തെ വോട്ടും ഒത്തുചേരുന്നത് വരെ ഒരിക്കലും ആ വോട്ടെണ്ണൽ കേന്ദ്രത്തിൽ നിന്നും വിട്ടുപോകാൻ പാടില്ല. കാരണം ഒരു വോട്ടിനെങ്കിലും ഒരു ചേർച്ചയില്ലായ്മ വന്നു കഴിഞ്ഞാൽ അത് വലിയ പ്രശ്നമാണ്. അതേപോലെ തന്നെ സ്ഥിരമായി കേൾക്കാറുള്ള ഒരു EVM തട്ടിപ്പിനെക്കുറിച്ചും BJP നടത്താറുള്ള EVM തട്ടിപ്പുകളെക്കുറിച്ചും അദ്ദേഹം ആരോപിച്ചു. അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള തട്ടിപ്പുകൾ വീണ്ടും ആവർത്തിക്കാൻ സാധ്യതയുള്ളതായി അദ്ദേഹം ആരോപിച്ചിട്ടുണ്ട്. അത്തരത്തിലുള്ള ആരോപണവും അദ്ദേഹം എടുത്തുയർത്തിയിട്ടുണ്ട്. മാത്രമല്ല, താൻ ഈ ചെയ്തത് അല്ലെങ്കിൽ താൻ ഈ ചെയ്യുന്നതെല്ലാം തൻ്റെ ആം ആദ്മി പാർട്ടിക്ക് വേണ്ടി മാത്രമല്ല, രാജ്യത്തിന് വേണ്ടിയാണെന്നും ഒക്കെയാണ് പ്രവർത്തകരോട് അദ്ദേഹം പറഞ്ഞത്. എന്തായാലും ഈ ഒരു പ്രസംഗത്തിന് ശേഷം പ്രവർത്തകർ തീർച്ചയായും വളരെ ഊർജ്ജപ്പെട്ടിരിക്കുകയാണ്. അവർ എന്തായാലും ഇതാണ് ഇനിയുള്ള ദിവസങ്ങളിലേക്ക്, അല്ലെങ്കിൽ ഇനിയും 7 മാസത്തിന് ശേഷം വരാനിരിക്കുന്ന ഡൽഹി തെരഞ്ഞെടുപ്പുകളിലേക്കും അവരെ നയിക്കാൻ പോകുന്ന ഊർജ്ജമെന്ന് പറയുന്നത് ഈ ഒരു പ്രസംഗം തന്നെയാണ്. മാത്രമല്ല, ഭയങ്കരമായ എതിർപ്പുകൾ ആം ആദ്മി പാർട്ടിക്കുള്ളിൽ തന്നെ നിലനിൽക്കുന്ന ഒരു സാഹചര്യമാണ്. ഇതിൻ്റെ ഇടയ്ക്കെല്ലാം ഇത്തരത്തിലുള്ള ഒരു തിരിച്ചടി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആം ആദ്മി പാർട്ടിക്ക് വീണ്ടും അതിൻ്റെ ഒരു പ്രധാന നേതാവ് തിരിച്ച് ജയിലിലേക്ക് പോകുക എന്ന് പറയുന്നത് നല്ലൊരു പ്രചരണം ആയുധമാക്കുക തന്നെ ചെയ്യും ആം ആദ്മി പ്രവർത്തകർ. ഇനിയും നമുക്കറിയാനുള്ളത്, തൻ്റെ പ്രസംഗത്തിന് ശേഷം അദ്ദേഹം 7 മണിയോടുകൂടി എത്തണമെന്നാണ് അദ്ദേഹത്തിന് കിട്ടിയ നിർദ്ദേശം. ഒരു റാലിയോടുകൂടെ തന്നെ മറ്റ് നേതാക്കളും അദ്ദേഹത്തോടൊപ്പം അനുഗമിക്കും. ആ ഒരു റാലിയോടുകൂടെ തന്നെ അദ്ദേഹം തിഹാർ ജയിലിലേക്ക് മടങ്ങും എന്നാണ് നമുക്ക് കിട്ടുന്ന വിവരം.